ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ്. അതായത് ഏൻഷ്യൻ ഹിസ്റ്ററിൻ്റെ സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട, സിലബസിൽ വരുന്ന ഓരോരോ വേർഡിൻ്റെയും അതിന് ഉള്ളിലുള്ള കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മൈക്രോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിൻ്റെ സിലബസിനെ കുറിച്ചാണ്. ഏൻഷ്യൻ ഹിസ്റ്ററിൻ്റെ സിലബസിൽ ആദ്യമായിട്ട് വരുന്നതാണ് പ്രീ ഹിസ്റ്റോറിക്കൽ കൾച്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പ്രീ ഹിസ്റ്റോറിക്കൽ കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് മാത്രമാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ടാവുക. സോ അതിനുള്ളിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോഴ്സസ് ഓഫ് പ്രീ ഹിസ്റ്ററി ഇന്ത്യ എന്ന് പഠിക്കണം, പീരിയോഡിസേഷൻ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി പഠിക്കണം, സ്റ്റോൺ ഏജ് പഠിക്കണം, അതുപോലെ പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്, ചാൽക്കോളിത്തിക്, അയൺ ഏജ് ആൻഡ് ഇമ്പാക്ട് ഓഫ് അയൺ. ഇത്ര ടോപ്പിക്സ് 9 ടോപ്പിക്സ് ആണ് ഈ ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ കൾച്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ദെൻ പാസ്റ്റോൾ ആൻഡ് ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് പഠിക്കണം. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ മേജർ സിറ്റി ടൗൺസ് വരുന്നുണ്ട്. ഹാരപ്പൻ, ഇന്റേണൽ, ഫോറിൻ ട്രേഡ്, അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക് ഓഫ് അനിമൽസ്, ക്രാഫ്റ്റ് ആൻഡ് വെയ്റ്റ്സ്, മെഷർ, സ്ക്രിപ്റ്റ്, ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ വേദിക് സൊസൈറ്റി, അവിടെ ഒറിജിൻ ഓഫ് ഹോം ഓഫ് ആര്യൻസിനെ കുറിച്ച് പഠിക്കണം. വേദിക് ടെക്സ്റ്റ് ആൻഡ് ഉപനിഷത്തുകളെ കുറിച്ച് പഠിക്കണം. ദെൻ റിലീജിയസ് ആൻഡ് തോട്ട്സിനെ കുറിച്ച് പഠിക്കണം. ദെൻ പ്രീ മൗര്യൻ പീരീഡ് വരുന്നത് ഏജ് ഓഫ് സെക്കൻഡ് അർബണൈസേഷൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് 16 മഹാജനപദാസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ബുദ്ധിസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മെയിൻസിന് കൂടുതലും വർഷങ്ങളും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ജൈനിസം ആൻഡ് ബുദ്ധിസം എന്ന് പറയുന്നത്. പ്രിലിംസിന് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. ദെൻ അതുകഴിഞ്ഞ് മൗര്യൻ എംപയറിനെ കുറിച്ച് പഠിക്കണം. ചന്ദ്രഗുപ്ത, അർത്ഥശാസ്ത്ര, മെഗസ്തനിസ്, അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ്, അശോകന്റെ ദമ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൗര്യൻ എംപയറിൽ വരുന്നതാണ്. ദെൻ പോസ്റ്റ് മൗര്യൻ ഇന്ത്യ പഠിക്കണം. ദെൻ ഇമ്പീരിയൽ ഗുപ്താസിനെ കുറിച്ച് പഠിക്കണം. ഹർഷവർദ്ധനെ കുറിച്ച് പഠിക്കണം. ഇന്ത്യസ് കോണ്ടാക്ട് വിത്ത് റെസ്റ്റ് ഓഫ് ഏഷ്യ എന്ന് പഠിക്കണം. സംഘം പീരീഡിനെ കുറിച്ച്, അതായത് ചോള, ചേര, പാണ്ഡ്യ തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. സോ ഇത്ര ടോപ്പിക്സ് ആണ് നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും കൂടെ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത്. സോ ഈ ടോപ്പിക്സ് നല്ലപോലെ പഠിച്ചതിന് ഏൻഷ്യൻ ഇന്ത്യ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് കമ്മിയും ദെൻ ബുദ്ധ, ജൈന പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഏൻഷ്യൻ ഹിസ്റ്ററിയിലാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ, ഇതിൻ്റെ കീ പോയിന്റ്സ് എല്ലാവരും നന്നായി മനസ്സിലാക്കി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.